സങ്കീർത്തനം 34:5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് ദാവീദിനെ ആട്ടിക്കളയുകയും ചെയ്തു. ബുദ്ധിഭ്രമം നടിച്ചില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ദൈവം അപ്പോൾ അങ്ങനെയൊരു ചിന്ത കൊടുത്തതുകൊണ്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ ദാവീദിന് രക്ഷപ്പെടുവാൻ സാധിച്ചു. രക്ഷപ്പെട്ടു പോകുന്ന വഴിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ സങ്കീർത്തനമാണിത്. ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ദാവീദിൻ്റെ മുഖം പ്രകാശിതമാകുവാനിടയായി. തൻ്റെ ജീവൻ വിടുവിക്കപ്പെടുവാനിടയായി. ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയുള്ളവരുടെ മുഖം പ്രകാശിതമാകുന്നത് ദൈവത്തിൻ്റെ തേജസ് പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്. മോശ തൻ്റെ പ്രതിസന്ധികളിലെല്ലാം ദൈവമുഖത്തേക്ക് മാത്രം നോക്കി. അതുകൊണ്ട് തന്നെ നിലവിളിച്ച സമയങ്ങളിലെല്ലാം ദൈവം വിടുവിച്ചു. തന്നെയുമല്ല, ദൈവ സാന്നിധ്യത്തിലേക്ക് വിളിച്ചു കയറ്റി. ആ തേജസ്സിൻ്റെ സമീപനം എത്രമാത്രം നമ്മുടെ ഭൗതിക ശരീരത്തിൽ പോലും പ്രതിഫലിക്കുമെന്ന് ലോകത്തിന് തന്നെ വെളിപ്പെടുത്തി. ദാവീദ് തൻ്റെ പ്രതികൂലങ്ങളിലെല്ലാം ദൈവസന്നിധിയിലേക്കാണ് ഓടിച്ചെന്നത്. ദൈവമുഖം അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാനും ഇടയായി തീർന്നു. എന്നാൽ മോശയോ ദാവീദോ ഒന്നും പൂർണ്ണരായിരുന്നില്ല. മോശ കോപമുഖാന്തരം ദൈവം പറഞ്ഞതനുസരിക്കാതെ പാറയെ അടിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെ വാഗ്ദത്ത നാട്ടിൽ എത്താതെ ദൂരെ നിന്ന് കണ്ട് സന്തോഷിക്കുക മാത്രം ചെയ്യേണ്ടി വന്നു. എന്നാൽ മോശയെ ദൈവം ഏറ്റവും സൗമ്യനെന്നാണ് പറഞ്ഞത്. കുറവുകളെ നികത്തുന്ന നമ്മുടെ ദൈവം. ദാവീദ് ഊരിയാവിനെ കൊല്ലുവാൻ പദ്ധതിയിടുകയും ഊരിയാവ് കൊല്ലപ്പെടുകയും ചെയ്തത് മുഖാന്തരം ആലയം പണിയാവാനുള്ള തൻ്റെ ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കാതെ മകനിൽ കൂടി ദൈവം അത് നിവർത്തിച്ചു. എന്നാലും ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനെന്ന് ദൈവം പറഞ്ഞു. അബ്രഹാം ദൈവാലോചന പ്രകാരമല്ല ഹാഗാറിൻ്റെ അടുക്കൽ പോയത്, സാറായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. തൻ്റെ വിശ്വാസം മൂലം വിശ്വാസികളുടെ പിതാവെന്ന് പേര് ലഭിക്കുവാനിടയായ വ്യക്തിയാണ്. എങ്കിലും തെറ്റുപറ്റി. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ഇവരുടെയൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു. എങ്കിലും ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോഴൊന്നും അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ജീവിതാന്ത്യം വരെ ദൈവം അവരെ നടത്തി. അവരുടെ ആരംഭത്തെക്കാൾ ദൈവം അവസാനം നല്ലതാക്കി തീർത്തു. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മെ ലജ്ജിപ്പിക്കില്ല ദൈവം. മറ്റുള്ളവർക്ക് അത്ഭുതം കൂറുമാറ് ആക്കി തീർക്കും. അത് നമ്മൾ പൂർണ്ണരോ തികഞ്ഞവരോ ആയിട്ടല്ല, ദൈവകൃപയും ദൈവസ്നേഹവും കൊണ്ട് മാത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവമുഖത്തേക്ക് നോക്കാം, പ്രകാശിതരാകാം, തേജസ്സിനെ പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുന്നു. അങ്ങയുടെ തേജസ്സിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.